ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസം, മൾട്ടിപെറ്റൽ ബോൾസം, നമ്മുടെ ബോൾസം പ്ലാന്റുകളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. എൻ്റെ ചാനൽ എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് പേര് ഈ ചാനലിലേക്ക് വന്നത് ശരിക്കും ഈ നമ്മുടെ പെറ്റൂണിയ, അതുപോലെ നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ് ഇതൊക്കെ കണ്ടിട്ട് തന്നെയായിരുന്നു കേട്ടോ. ആദ്യത്തെ ടൈമിലൊക്കെ വന്നത് ഒരുപാട് പേര് കൂട്ടുകൂടിയത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വന്നവരോട് പറയുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ മുറ്റം നിറയെ ഇതുപോലെ ബോൾസം പ്ലാന്റുകൾ നിന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇതുപോലെ നിറഞ്ഞ് പൂക്കളായിട്ട് നിന്നൊരു ടൈമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് വരെ. ഒരു വർഷമാകാൻ പോകുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഇതിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ഒരവസ്ഥയാണ് കേട്ടോ. അന്നേരമൊക്കെ എനിക്കറിയില്ലായിരുന്നു. ചുമ്മാ നമ്മൾ കമ്പൂത്തി പിടിപ്പിച്ച് അതിന് ഒരുപാട് പൂക്കളുണ്ടായതായിരുന്നു. പക്ഷേ നമ്മളത് കട്ട് ചെയ്ത കാര്യത്തിലും അതുപോലെ തന്നെ അതിന് ഓരോ പുഴുക്കേട് വന്ന കാര്യത്തിലുമൊക്കെ എന്ത് ചെയ്യണമെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്ലാന്റ് ഒറ്റയടിക്കെന്നുള്ള രീതിക്ക് നശിച്ചു പോയതും. നമ്മൾ ഈ മഴക്കാലത്ത് എന്നല്ല, ഏത് ടൈമിലാണെങ്കിലും നമ്മുടെ ബോൾസം പ്ലാന്റുകളിൽ നിന്ന് കട്ടിങ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ടൈമിൽ ഒരു കട്ടിങ് അല്ലെങ്കിൽ 2 കട്ടിങ് എടുത്തു അവിടെ നിർത്തുക. അതാണ് എപ്പോഴും നല്ലത്. ഞാൻ അന്ന് ചെയ്തൊരു അബദ്ധമാണ്. നമ്മൾ കട്ടിങ് സെയിൽ വന്നപ്പോൾ നമ്മൾ ഊടുപാടെ കട്ടിങ്ങുകൾ അങ്ങ് എടുത്തു. നമ്മൾ ചോദിച്ചു എല്ലാവർക്കും തന്നെ എക്സ്ട്രാ കട്ടിങ്ങുകൾ തൊട്ട് വെച്ച് അങ്ങനെ അങ്ങ് വിട്ടു കേട്ടോ. നമ്മൾ ഒരുപാട് കട്ടിങ്ങുകൾ അങ്ങ് എടുത്തു. നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ചില പ്ലാന്റിൽ നിന്നൊക്കെ തീർത്തെടുത്തു, അങ്ങനെയൊക്കെ പോയി. പിന്നീട് വന്നു കഴിഞ്ഞപ്പം ഈ പ്ലാന്റുകൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഓഗസ്റ്റൊക്കെ ടൈമിലായിരുന്നു അന്ന് ഞാൻ കൂടുതലായിട്ട് കട്ട് ചെയ്തപ്പോഴാട്ടോ പോയത്. ഒരു തവണ നമ്മൾ ഒരു 10, 20, 25 പേർക്ക് എന്തോ ഒറ്റയടിക്ക് നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങുകൾ സെയിൽ ചെയ്തു. അതോടുകൂടിയാണ് നമുക്ക് ശരിക്കും പോയത്. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു എന്താണ് കാരണമെന്ന്. ശരിക്കും നമ്മൾ ഒറ്റയടിക്ക് ഒരുപാട് കട്ടിങ്ങുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആ പ്ലാന്റിൻ്റെ രീതിയും കാര്യങ്ങളും എല്ലാം മാറിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1, 2, ഒരു 3 കട്ടിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ഒരു ഇടവേള കൊടുക്കുക. അതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഒരുപാട് കട്ടിങ്ങൾ ഒറ്റയടിക്ക് കട്ട് ചെയ്താൽ ശരിക്കും ആ പ്ലാന്റിന് ദോഷം തന്നെയാണ് കേട്ടോ. അതിപ്പോൾ പെറ്റൂണിയിൽ നിന്ന് കട്ടിങ് എടുത്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതേന്നൊക്കെ ഞാൻ 2 കട്ടിങ് എടുത്തിട്ടുണ്ട്. കട്ടിങ് എടുക്കാൻ നോക്കാനാണെങ്കിൽ ആ പ്ലാന്റിൽ ഇനിയും ഒരുപാട് കട്ടിങ്ങുകൾ എടുക്കാനുണ്ട്. പക്ഷേ ഞാൻ എടുക്കാതെ നിർത്തിയേക്കുന്നതാണ്. ഇതിലൊക്കെ വേരുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുഴുക്കേടായി എനിക്ക്. അപ്പോൾ പുഴുക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെറുതായിട്ട് തണ്ടുതുരപ്പൻ എന്നും പറയാം അല്ല എന്നും പറയാം, ഒരു കുഞ്ഞി പുഴു തണ്ടിന് കേട് പോലെ തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്ത നമ്മുടെ മാണിക്ക് സാധാ നമ്മൾ പെറ്റൂണിക്ക് കൊടുക്കുന്ന പോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ടിട്ട് നമ്മളിതിൻ്റെ തണ്ടേക്കോടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ. ഇവിടെ നന്നായിട്ട് വെള്ളം തുള്ളി തല്ലുന്ന സ്ഥലമാണിത്. കവറിലൊന്നുമല്ല, ചുമ്മാ നമ്മൾ മണ്ണിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തണ്ടേന്നൊക്കെ ഇഷ്ടംപോലെ വേരുകളും വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണ് എൻ്റെ ഈ പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാവേന്നുള്ള വെള്ളം നല്ല രീതിയിൽ ഇതിന് തുള്ളി തല്ലുന്നുണ്ട്. എന്നിട്ടും അതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, കാരണം അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റി നട്ട നമ്മളൊരു റൂട്ട് പിടിപ്പിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതിൽ നിന്ന് നമ്മൾ ആ റൂട്ട് പിടിച്ചത് മാറ്റി നട്ട കുഞ്ഞു പ്ലാന്റാണ് കേട്ടോ. ഇതുണ്ടോ, നട്ടതിന് ശേഷം പുതിയ വേരുകൾ വന്നതാണ്. ഇത് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ നിലത്താണ് നട്ടേക്കുന്നത്, കവറിലല്ല കേട്ടോ. കാരണം ചീച്ചിലിൻ്റെ പ്രശ്നം അതോടുകൂടി തന്നെ ഒഴിവായി കിട്ടുന്നുണ്ട്. നമ്മൾ കവറിലേക്ക് മാറ്റി നടുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് ഇട്ടിട്ട് നട്ടാൽ മതി കേട്ടോ, എന്നാലും കൂടുതൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഉള്ള സ്ഥലത്ത് നിലത്തേക്ക് അങ്ങ് നടുവാണെങ്കിൽ ഒരിക്കലും ആ വെള്ളം കെട്ടി നിൽക്കില്ല. നമ്മൾ മണ്ണ് ഇത്തിരി പൊക്കിയിട്ടിട്ട് അവിടെ നടുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ താഴത്തെ വശത്തേക്ക് വെള്ളം പോകുള്ളൂ. ഇതിനിങ്ങനെ ഒരുപാട് റൂട്ടൊന്നും അങ്ങനെ വരികയല്ലോ. ഇതിലേക്ക് കാടുകൾ പറിക്കാനുണ്ട് കേട്ടോ. സത്യത്തിൽ പറിക്കാതിരിക്കുന്നത് എനിക്ക് പേടിയായിട്ടാണ്. പുഴുവുണ്ട് ഇതിൻ്റെ അകത്തോടെ, മൊത്തം പുഴുവാണ്.
മൊത്തം ചെറിയ പുഴുവാണ്. ഈ ചെടി തിന്നാൻ വേണ്ടി കൂടുതലായിട്ട് പുഴുവുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണ് മൊത്തം സീനിയ ഉണ്ട്. അപ്പോൾ അത് തിന്നാൻ ഇഷ്ടംപോലെ ചെറിയ പുഴുവുണ്ട്. ചിലപ്പോൾ ഒക്കെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കാലേക്കൂടെയൊക്കെ കയറി വരും. അപ്പോൾ എനിക്ക് എന്നാന്നായാലും എത്ര നല്ല പൂവാണെങ്കിലും പുഴു ഉണ്ടെങ്കിൽ ഞാൻ ചെടിയോട് കൂടി പറിക്കുന്ന അത്രയ്ക്ക് എനിക്ക് പുഴുവിന് പേടിയുള്ള ഒരാളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പറമ്പിൽ പോയപ്പോൾ ചുമ്മാ ഇങ്ങനെ നടന്ന് ഒരു ആഞ്ഞിലേക്ക് കിട്ടിയതൊക്കെ പിറക്കി തിന്നാനങ്ങ് തുടങ്ങിയിട്ട് നോക്കുമല്ല അതേ കയറുന്ന കാലേക്കൂടെ തോട്ടാപ്പുഴും. എൻ്റെ ദൈവമേ, ഞാൻ ഒറ്റ അലറിയിട്ട് പാമ്പാന്നോർത്തോട്ടെ കെട്ടിയാൽ ഓടി വന്നത്. പക്ഷെ പാമ്പിനെ എനിക്ക് പേടിയില്ല, പുഴുവിനെ എനിക്ക് കണ്ടമാനം പേടിയാണ്. അപ്പം അതുകൊണ്ട് പുഴുവൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ഡബിൾ പെറ്റലാണ് കേട്ടോ. ഒരു കമ്പൊടിങ്ങിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ പിന്നെ പൊതുവെ ഇങ്ങനെ തീരെ കട്ടിയുറവായുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുഴുവിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ മാണിക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് കൊടുത്തിട്ട് ചെടിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നിലത്ത് മണ്ണിലേക്ക് ഇങ്ങനെ കവറിൽ വെക്കാതെ നടാൻ സൗകര്യമുള്ളവരൊക്കെ ചെറുതായിട്ടൊന്ന് വെച്ച് നോക്കുക കേട്ടോ. കാരണം ചീച്ചിലിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അതൊരുപാട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വളം എന്ന് പറയാൻ വേറെ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ആ മണ്ണിൽ വെക്കുന്നതിനുണ്ടല്ലോ, കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അങ്ങ് ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി തന്നെ ഇടാറില്ല കേട്ടോ. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരുപാട് പുതിയ റൂട്ടുകൾ വന്നിട്ട് നല്ല സ്ട്രോങ് ആകും നമ്മുടെ ചെടി. പിന്നെ ഇടയ്ക്ക് നമ്മുടെ മാണിക്കം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുഴുവിൻ്റെ പ്രശ്നം തീരും. ചീച്ചിൽ പിന്നെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വരാറുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒടിഞ്ഞു പോകുന്ന എന്തെങ്കിലുമൊക്കെ കട്ടിങ്ങുകൾ നമ്മളിങ്ങനെ നടുകയും ചെയ്യും. ഈ പ്ലാവിൻ്റെ ചോട്ട് നിൽക്കുന്നതുകൊണ്ട് ചക്ക വീഴുന്നതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു കിട്ടിയതാണ് കേട്ടോ ഈ കട്ടിങ്ങുകൾ. അപ്പോൾ അതും അങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്നും ഇപ്പോൾ കട്ടിങ്ങുകൾ നമ്മൾ എടുക്കാറില്ല കേട്ടോ. ആവശ്യത്തിന് ഒരു 3-4 പ്ലാന്റുകൾ മദർ പ്ലാന്റായിട്ട് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിങ് എടുത്ത പ്ലാന്റ് പോയാലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനി ഒരിക്കലെങ്കിലും എൻ്റെ മുറ്റത്ത് ഇത്രയും നിറയെ പൂക്കൾ എനിക്ക് ആക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ഇതിലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതുപോലെ ആക്കി കിട്ടാൻ ചിലത് പാടാണ്. അപ്പോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പ്ലാന്റുകളൊക്കെ കിട്ടുകയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ഇതിലേക്ക് ഇപ്പോൾ അങ്ങ് നോക്കുന്നുമില്ല, അത് വേറൊരു വാസ്തവം തന്നെയാണ് കേട്ടോ. പറമ്പിലെ കാര്യവും എല്ലാ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെടിയിലെ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് വരാൻ ഇപ്പോൾ സമയം കിട്ടാറില്ല, അതും വേറൊരു വാസ്തവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുറ്റത്തും ഇതുപോലെയുള്ള ബോൾസം പ്ലാന്റുകളുടെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ബോൾസം എന്നല്ല കേട്ടോ, ഏതായാലും പൂക്കൾ മനോഹരം തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, നാളെ കാണാം.